തിരുവനന്തപുരത്ത് നടുറോഡിൽ തമ്മിൽ തള്ളി SFI KSU പ്രവർത്തകർ. കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഈ സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. SFI പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നീങ്ങുകയാണ്. നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി SFI പ്രവർത്തകർ നശിപ്പിക്കുകയാണ്. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമപ്രസാദ്, കേരള സർവകലാശാലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സ്ഥിതി നിലനിൽക്കുന്നത്. ഇപ്പോൾ SFI പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ സംഘർഷാവസ്ഥ തുടരുകയാണ്. സ്ഥലത്ത് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനവുമായി നീങ്ങിയിരുന്നു. അല്പസമയം മുമ്പായിരുന്നു പ്രതിഷേധ പ്രകടനം നടന്നതിന് ശേഷം വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗത്തേക്ക് SFI KSU പ്രവർത്തകർ തമ്പടിക്കുന്നതായിട്ടുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ആ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പോലീസ് ആ ഭാഗത്തേക്ക് ഇപ്പോൾ നീങ്ങുന്നു. SFI പ്രവർത്തകർ ഒരു ഭാഗത്ത് സംഘടിച്ച് നിലവിൽ നഗരത്തിലെ ഫ്ലെക്സ് ബോർഡുകളും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകളെല്ലാം തന്നെ തകർത്ത് വ്യാപകമായ നാശനഷ്ടമാണ് നിലവിൽ ഈ ഫ്ലെക്സ് ബോർഡുകളെല്ലാം നശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും KSU പ്രവർത്തകർ അല്പസമയത്തിനകം പ്രകടനവുമായി എത്തും. ഇപ്പോൾ SFI പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനമാണ് നടന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്തായാലും നാളെ കൂടുതൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ തന്നെയാണ് SFIയുടെയും DYFIയുടെയും തീരുമാനം. ഇപ്പോൾ സ്ഥലത്ത് നിന്ന് പ്രവർത്തകരെ ഇപ്പോൾ മാറ്റുകയാണ്. പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിന് ഭാഗത്തേക്ക് തമ്പടിക്കുകയാണ്. വിനോദ്, നിലവിൽ വീണ്ടും സംഘർഷ സാധ്യത ഉടലെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് പൊതുവെ സെക്രട്ടേറിയറ്റിന് മുൻവശത്തേക്ക് പ്രകടനം എത്തി വീണ്ടും കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തേക്ക് സംഘടിച്ച വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നു. കല്ലേറ് നടന്നു എന്നുള്ള വാർത്തകളുണ്ട്. അപ്പോൾ പൊതുവെ ഗതാഗതത്തിന് തടസ്സം നേരിടുന്നുണ്ടോ ശ്യാമപ്രസാദ്? വിനോദ, ഗതാഗതത്തിന് തടസ്സങ്ങളൊന്നും തന്നെ നേരിടുന്നില്ല. ഒരു ഭാഗത്ത് പോലീസ് ഇതിൻ്റെ നിയന്ത്രണങ്ങളുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ രാത്രി ആയതിനാൽ തന്നെ വളരെ തിരക്കുറവുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ ഒരു വരി കടത്തിവിട്ടാണ് ഗതാഗതം ഇപ്പോൾ പോലീസ് നിയന്ത്രിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഏത് സമയവും ഒരു അക്രമം ഇവിടെ ഉണ്ടാകാം. SFI KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് എല്ലാം തന്നെ ഗതാഗത നിയന്ത്രണം അടക്കം നടത്തുന്നത്. എന്തായാലും SFI പ്രവർത്തകർ ഇപ്പോൾ തമ്പടിച്ചുകൊണ്ട് വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. പോലീസും ഇത്തരത്തിൽ അവരെ അനുഗമിച്ചുകൊണ്ട് തന്നെയുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ ഇനി മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉണ്ട്. പ്രധാനമായും കല്ലേറടക്കമുള്ള നേരത്തെ മാധ്യമപ്രവർത്തകർക്ക് അടക്കം കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ചേർത്തുകൊണ്ട് നിലവിൽ സുരക്ഷ ഒരുക്കാൻ തന്നെയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതെ, കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. KSU SFI പ്രവർത്തകർ തെരുവിൽ സംഘടിച്ച് പരസ്പരം കല്ലെറിയുകയും സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പിന്നീട് ഇതിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. അവിടെ നിന്ന് വീണ്ടും SFI പ്രവർത്തകർ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ തന്നെ നിലനിൽക്കുന്നു. വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തിയതോടെ ഇവരെ പിരിച്ചുവിടാനാകാതെ പോലീസ് സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാമപ്രസാദ്.